ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ ഒരു കറി മതിയാവും നമുക്ക് ചോറെല്ലാം കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഉള്ളി അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ച ടേസ്റ്റ് എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം മസാലയെല്ലാം നന്നായിട്ട് മാങ്ങയിൽ പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ വേകാനായിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 ചെറിയ ഉള്ളിയാണ്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2-3 ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേകാൻ വെച്ചിരുന്ന മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. കടുക് താളിക്കാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകുമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ കടുക് വറുത്തത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇത് കുട്ടികൾക്കൊക്കെ ചോറുണ്ണാൻ കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ.